Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 99.07% വിജയം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിച്ചത്. വകുപ്പ് മന്ത്രി പരീക്ഷാഫലം പ്രഖ്യാപിച്ചില്ലെന്ന പ്രത്യേകതയും ഇത്തവണത്തെ ഫലപ്രഖ്യാപനത്തിനുണ്ട്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% സംസ്ഥാനത്തെ വിജയശതമാനം. 30,514 പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഫലം പ്രഖ്യാപിച്ചത്. 4,17,497 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. അതിൽ 4,14,290 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഫലം പ്രഖ്യാപിച്ചത്. ലക്ഷദ്വീപിൽ 97.67% വിജയശതമാനം. ഗൾഫ് മേഖലയിലെ എല്ലാ കുട്ടികളും വിജയിച്ചു. 767 സർക്കാർ സ്കൂളുകളിൽ 100 മേനി വിജയമാണ്. 930 എയ്ഡഡ് സ്കൂളുകൾക്കും 408 അൺഎയ്ഡഡ് സ്കൂളുകൾക്കും 100 മേനി വിജയം ലഭിച്ചു. 2015 സ്കൂളുകൾക്കാണ് 100 മേനി വിജയം ലഭിച്ചത്. സർക്കാർ തലത്തിൽ നടുവന്നൂർ HSS സ്കൂൾ 100% വിജയം കരസ്ഥമാക്കി. പയ്യന്നൂർ ഉപജില്ലയിലെ എല്ലാ സ്കൂളുകളും 100% വിജയം കരസ്ഥമാക്കി. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും വിജയിച്ചു. 2 കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാതിരുന്നതിനാൽ 99% വിജയം. പയ്യന്നൂർ ഗേൾസ് ഹൈസ്കൂളിൽ 100% വിജയം ലഭിച്ചു. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം. 111 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 24 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം ലഭിച്ചു. 182 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 41 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ 100% വിജയം നേടി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ പുതിയ ബസ് സ്റ്റാൻഡ് യാർഡിന്റെയും ശൗചാലയത്തിന്റെയും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ ഇനിയും കാത്തിരിക്കണം. പദ്ധതിയുടെ നിർമ്മാണ കാലാവധി കരാർ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നീട്ടി നൽകാൻ വെള്ളിയാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. മറുനാടൻ തൊഴിലാളികൾ ഉൾപ്പെടെ നാട്ടിലേക്ക് മടങ്ങിയ സാഹചര്യത്തിലാണ് നിർമ്മാണം നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കാൻ കഴിയാത്തതെന്നും കാലാവധി നീട്ടി നൽകണമെന്നും നിർവഹണ ഏജൻസി നഗരസഭയോട് ആവശ്യപ്പെട്ടത്. ഈ അഭ്യർത്ഥന പരിഗണിച്ചാണ് കൗൺസിൽ യോഗം കാലാവധി ദീർഘിപ്പിച്ചു നൽകിയതെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി അറിയിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിനായി നഗരസഭയ്ക്ക് 5.49 ഏക്കർ സ്ഥലം സൗജന്യമായി ലഭിച്ചിട്ട് 29 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തതിൽ യാത്രക്കാരും നാട്ടുകാരും വലിയ പ്രതിഷേധത്തിലാണ്. തുടർച്ചയായ കാലതാമസം പയ്യന്നൂരിലെ യാത്രാക്ലേശം ഇരട്ടിയാക്കുമെന്ന ആശങ്ക ശക്തമാണ്. പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വീശിയടിച്ച കാറ്റിലും മഴയിലും പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മരങ്ങൾ വീണ് കെട്ടിടങ്ങൾക്കും മറ്റും കനത്ത നാശനഷ്ടം. ഗവേഷണ കേന്ദ്രത്തിൽ പുതുതായി ആരംഭിച്ച അഗ്രി ടൂറിസം സെന്ററിനാണ് 1 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുള്ളത്. പിലിക്കോട് വ്യാഴാഴ്ച വൈകുന്നേരമുണ്ടായ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. കേരള കാർഷിക സർവകലാശാല പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അഗ്രി ടൂറിസം സെന്ററിനാണ് 1 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായത്. അഗ്രി ടൂറിസം കേന്ദ്രത്തിലെ ദർപ്പണം പ്രദർശന ഹാളിന് മുകളിൽ കൂറ്റൻ മാവ് കടപുഴകി വീണു. മേൽക്കൂര തകർന്നു. ഊട്ടുപുരിയുടെ മേൽക്കൂരയിൽ പാലമരമാണ് മുറിഞ്ഞു വീണത്. വിനോദ കേന്ദ്രത്തിലെ ബോൾട്ടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നു. ചമയം ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം മരം വീണ് ഒടിഞ്ഞു. കവിഭവനത്തിന്റെ മേൽക്കൂരയിലെ ഓടുകൾ ഭാഗികമായി തകർന്നു. ഫാം ബ്ലോക്കിലെ നിരവധി വൈദ്യുതി തൂണുകളും കമ്പികളും ഒടിഞ്ഞു വീണു. പിലിക്കോട് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇടിമിന്നലിലും കാറ്റിലും മഴയിലും നിരവധി വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട്.
ഇന്നലെ ഒരു 4:30 ശേഷം ഉണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റ് രാജ്യവ്യാപകമായി ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഭാഗത്ത് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെൻറ്ററിൽ ഒരു വ്യാപകമായ നാശം വന്നിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ശക്തമായ കാറ്റിൽ ചെറുവത്തൂരിൽ 33 kV വൈദ്യുത ലൈനിനായി സ്ഥാപിച്ച 5 തൂണുകൾ തകർന്നു വീണു. മലയോരത്തേക്കുള്ള ചെറുവത്തൂർ കണ്ണാടിപ്പാറ വെസ്റ്റ് ഏളേരി 33 kV ലൈൻ ചെറുവത്തൂർ തിമിരി കൊടക്കക്കീഴ് വയലിലൂടെ കടന്നുപോകുന്ന 5 തൂണുകളാണ് തകർന്നു വീണത്. തിമിരി വയലിലൂടെ കഴിഞ്ഞ 2 പതിറ്റാണ്ട് മുൻപ് 33 kV ലൈനിനായി സ്ഥാപിച്ച ഇരുമ്പ് തൂണുകളുടെ തുരുമ്പിച്ച അടിഭാഗം ഒടിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയുണ്ടായ കാറ്റിൽ വീഴുകയായിരുന്നു. അരമണിക്കൂർ മുമ്പ് വയലിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ഓവുചാലിന്റെ പണികൾ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ നടത്തിവരുന്നുണ്ടായിരുന്നു. നിരവധി കന്നുകാലികളും വയലിൽ മേയുന്നുണ്ടായിരുന്നു. മനുഷ്യർക്കും മൃഗങ്ങൾക്കും അപകടമുണ്ടാകാത്തതിൽ ആശ്വസിക്കുകയാണ് നാട്ടുകാർ. തൂണുകൾ തകർന്നു വീണതോടെ മലയോരത്തെ ചൊയ്യങ്കോട് ഭീമനടി സെക്ഷനുകൾക്കു കീഴിൽ ഭീമനടിയിൽ 19,000-ഉം ചൊയ്യങ്കോട് 14,000-ഉം ഉൾപ്പെടെ ഏതാണ്ട് 35,000-ൽ പരം വൈദ്യുതി ഗുണഭോക്താക്കൾക്ക് വൈദ്യുതി മുടങ്ങിയിരിക്കുകയാണ്. മലയോരത്തേക്ക് നീലേശ്വരം ഭാഗത്ത് നിന്ന് പകരം സംവിധാനമൊരുക്കിയെങ്കിലും അപ്പോഴേക്കും അവിടുത്തെയും വൈദ്യുതി ബന്ധം ഇല്ലാതായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയോടെ തകർന്ന ലൈൻ പുനഃസ്ഥാപിക്കാനാകുമെന്ന് KSEB ഭീമനടി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ K. പ്രമോദ് പറഞ്ഞു. RDFS പദ്ധതിയിൽ തൂണുകൾ മാറ്റിസ്ഥാപിക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം 2 പതിറ്റാണ്ട് മുൻപ് സ്ഥാപിച്ച തൂണുകൾ കാലപ്പഴക്കം മൂലമുണ്ടായ തകർച്ചയെ നേരിടുന്നുണ്ടെങ്കിലും ഇരുമ്പ് തൂണുകൾ സമയാസമയം പരിശോധിക്കാത്തതാണ് തകർന്നു വീഴാൻ കാരണമാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിപ്പോൾ ഒരു 10-25 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും നമ്മൾ ഈ ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇന്ന് വരെ ഈ അധികൃത ഭാഗത്തു നിന്ന് യാതൊരു കാര്യമായിട്ടുള്ള ശ്രദ്ധ ഈ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പൊട്ടി പോകും, അത്യാവശ്യം 1-2 പോസ്റ്റിന് മുമ്പേ പൊട്ടി കൊണ്ടിട്ടുണ്ട്, അത് അവർ മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പൊട്ടാനുള്ളത് സംവിധാനം നോക്കിയിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലിക്കോട് മട്ടല്ലായിൽ കഴിഞ്ഞ ദിവസം വിള്ളൽ വീണ ഭാഗത്ത് വീണ്ടും 25 മീറ്റർ ഭാഗത്ത് റോഡിൽ വിള്ളലുണ്ടായി. വിവരം പുറത്തുവന്നതോടെ കരാർ കമ്പനി തൊഴിലാളികൾ 50 മീറ്റർ നീളത്തിൽ 3ാം ലെയറായി ടാർ മിശ്രിതം നിരത്തി വിള്ളൽ കാണാതെ അടച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് നാട്ടുകാർ റോഡിന് മുകളിൽ വിള്ളൽ കണ്ടത്. വിവരമറിഞ്ഞ് നിർമ്മാണ കരാർ കമ്പനി അധികൃതരെത്തി വിള്ളൽ വീണ മുകൾപാളിക്ക് മുകളിൽ വാഹനങ്ങൾ നിർത്തിയിടുകയും ഉച്ചയ്ക്ക് മുൻപ് അവിടെ മുതൽ വടക്കോട്ട് മട്ടലായി ചർച്ചിനു മുന്നിൽ വരെ 50 മീറ്റർ നീളത്തിൽ ടാറിംഗ് നടത്തി വിള്ളൽ മൂടുകയുമായിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ. കുഞ്ഞിരാമനും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കഴിഞ്ഞ ദിവസം പിലിക്കോട് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ മട്ടലായിയിലെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാമെന്ന് കരാർ കമ്പനി അധികൃതർ തഹസീൽദാർ ഉൾപ്പെടുന്ന സംഘത്തിന് ഉറപ്പു നൽകിയിരുന്നു. അത് ലംഘിച്ചാണ് ടാറിംഗ് നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും വീടിന് മുകളിൽ സ്ഥാപിച്ച പന്തൽ 100 മീറ്റർ ദൂരത്തേക്ക് പറന്നുപോയി. ശക്തമായ കാറ്റിൽ ഉയർന്നു പൊങ്ങിയ ഷീറ്റിട്ട പന്തൽ സമീപത്തെ പറമ്പിൽ പതിച്ചിരിക്കുകയായിരുന്നു. ചന്തപുരയിലെ റിട്ടയർഡ് SI K. രാജന്റെ വീടിന്റെ റൂഫിംഗ് ഷീറ്റാണ് പറന്നുപോയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചന്തപുരയിലെ റിട്ടയർഡ് SI K. രാജന്റെ വീടിന്റെ മുകളിൽ സ്ഥാപിച്ച റൂഫിംഗ് ഷീറ്റ് മുഴുവനായി പറന്നുപോയി. ശക്തമായ കാറ്റിലാണ് കോൺക്രീറ്റ് ചെയ്ത തൂണടക്കം 100 മീറ്റർ ദൂരത്തിലേക്ക് പറന്നുപോയത്. പറന്നുയർന്ന ഷീറ്റുകൾ സമീപത്തെ പറമ്പിലാണ് പതിച്ചത്. ചോർച്ച ഇതാക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടിട്ട് ഷീറ്റ് അതങ്ങനെ തന്നെ പറന്ന് ഒരു 100 മീറ്റർ അകലെ അടുത്ത പറമ്പിലേക്ക് അങ്ങനെ തന്നെ പോയി നിലം പതിച്ചിട്ടുണ്ട്. അവിടെ ഒരു കഴുങ്ങ് അടിച്ച് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് വന്നത്. 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പറമ്പിലെ വാഴ, കമുക് തുടങ്ങിയവയും നശിച്ചു. പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചു. ചന്തപുരയിലെയും പരിസരങ്ങളിലെയും നിരവധി സ്ഥലത്തെ കൃഷികൾ മഴക്കെടുതിയിൽ നശിച്ചിട്ടുണ്ട്. കമുക്, തെങ്ങ്, വാഴ, പച്ചക്കറി കൃഷികൾ തുടങ്ങിയവ വ്യാപകമായി നശിച്ചു. സാധാരണ വേനൽ മഴയിൽ അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകാറില്ല. കാലവർഷത്തിലാണ് കെടുതി പതിവ്. അതുകൊണ്ട് തന്നെ കർഷകർ മുൻകരുതൽ നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇത് വൻ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായതായും സർക്കാർ അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. UDF സർക്കാർ അധികാരത്തിൽ വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ പായസ വിതരണം നടത്തി. കൗൺസിൽ യോഗം അവസാനിക്കും മുമ്പാണ് പായസ വിതരണം നടന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ പായസ വിതരണം നടത്തി. കൗൺസിൽ യോഗം അവസാനിക്കും മുൻപാണ് പായസ വിതരണം നടന്നത്. കൗൺസിലിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും പായസ വിതരണം നടത്തി. AK ശ്രീജ, VKP ഇസ്മായിൽ, ദിനു PK, നസീമ ടീച്ചർ, ഫായിസ് കവായി, ഷെരീഫ് കൊറ്റി, ശ്രീകല C, സുനിത, ഫർസാന MS തുടങ്ങിയവർ പായസ വിതരണത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പഴയങ്ങാടിയിൽ പ്രകടനം നടത്തി. പഴയങ്ങാടി നഗരം ചുറ്റി പ്രകടനം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പഴയങ്ങാടിയിൽ നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പഴയങ്ങാടി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. കല്യാശ്ശേരി നിയോജക മണ്ഡലം UDF ചെയർമാൻ NG സുനിൽ പ്രകാശ്, ജനറൽ കൺവീനർ SKP സഖറിയ, PV ഇബ്രാഹിം മാസ്റ്റർ, AP ബദറുദ്ദീൻ, ശ്രീരാമൻ കൊയ്യോൻ, MK രഘുനാഥ്, V രാജൻ, പാറയിൽ കൃഷ്ണൻ, O ബഷീർ, M അബ്ദുള്ള, SU റഫീഖ്, K സൈനുൽ ആബിദ്, SV നാസർ, സുധീഷ് വെള്ളച്ചാൽ, PV ധനലക്ഷ്മി, ലിഷ ലെസ്ലി, സുധീർ വെങ്ങര തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായിരുന്ന VV സരോജിനിയുടെ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കരിവള്ളൂർ AV സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N സുകന്യ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായിരുന്ന VV സരോജിനിയുടെ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, CTU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ്, കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ ചുമതലകളിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച VV സരോജിനിയുടെ 5ാമത് ചരമവാർഷിക ദിനമാണ് സമുചിതമായി ആചരിച്ചത്. കരിവള്ളൂർ AV സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N സുകന്യ ഉദ്ഘാടനം ചെയ്തു. ഒരു കമ്മ്യൂണിസ്റ്റുകാരിയായി മാറിയതിൽ അതിശയിക്കാനുള്ള ഒരു കാര്യമില്ല. കാരണം അത്തരം ഒരു പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് സരോജിനി ജനിച്ചിട്ടുള്ളത്. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സരോജിനി പറയുമ്പോൾ പറഞ്ഞ കാര്യമാണ്, അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖകൾ അതല്ലെങ്കിൽ കത്തുകൾ ഇതൊക്കെ രഹസ്യമായി കൈമാറുന്നതിന് ഏറ്റവും സുരക്ഷിതമായി അത് കൊടുത്തയക്കാവുന്നത് ചെറിയ കുട്ടികളുടെ കയ്യിലാണ്. പക്ഷെ വെറും എല്ലാ കുട്ടികളുടെ കയ്യിലും കൊടുത്തയക്കാൻ കഴിയില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിജയകുമാർ മാസ്റ്റർ, K നാരായണൻ, KV പ്രീത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. കൂലി വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചുമട്ട് തൊഴിലാളികൾ സംയുക്തമായി മെയ് 23 മുതൽ പണിമുടക്കുന്നു. പണിമുടക്കിന് മുന്നോടിയായി സംയുക്ത ട്രേഡ് യൂണിയൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൂലി വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചുമട്ടുതൊഴിലാളികൾ സംയുക്തമായി മെയ് 23 മുതൽ പണിമുടക്ക് നടത്തുവാൻ തീരുമാനം. പണിമുടക്കിന്റെ മുന്നോടിയായി സംയുക്ത ട്രേഡ് യൂണിയൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 2 വർഷം മുമ്പെയാണ് കൂടുതലുള്ള തൊഴിലാളികൾക്ക് 15% കൂലി വർധനയാണ് അനുവദിച്ചു കിട്ടിയത്. ആ കൂലി വർധന 15% അനുവദിച്ച് കിട്ടിയ സാഹചര്യത്തെക്കുറിച്ച് അന്ന് ചേംബർ ഓഫീസിൽ ചർച്ചയിൽ പങ്കെടുത്ത തൊഴിലാളി നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും അറിയാം. വലിയ നിലയിലുള്ള വാശിപൂർവമായിരുന്നു അന്ന് കൂലി വർദ്ധിപ്പിക്കില്ല എന്ന നിലപാടൊക്കെ എടുത്തത്. INTUC പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് KV മോഹനൻ അധ്യക്ഷത വഹിച്ചു. ട്രേഡ് യൂണിയൻ നേതാവ് രാജൻ, CITU നേതാവ് മോഹനൻ, BMS നേതാവ് ഭവിത്, INTUC നേതാവ് മനോഹരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ലോകോത്തര ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പയ്യന്നൂർ ഷോറൂമിൽ വിവാഹ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരണവുമായി ബ്രൈഡൽ ഫെസ്റ്റ് ആരംഭിച്ചു. പയ്യന്നൂർ പെരുമ്പാ ഷോറൂമിൽ മെയ് 14 മുതൽ 20 വരെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോകോത്തര ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പയ്യന്നൂർ ഷോറൂമിൽ വിവാഹ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ബ്രൈഡൽ ഫെസ്റ്റ് ആരംഭിച്ചു. സിനിമാ താരം അഭിരാമി ഭാർഗവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് പുതിയ ബ്രൈഡൽ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്. മലബാർ ഗോൾഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ കളക്ഷനാണ് കൻവിക. ഇത് നോക്കാവുന്നതാണ്. അത്രയും
ഷോറൂം ഹെഡ് ശ്രീരാഗ് അധ്യക്ഷത വഹിച്ചു. ഷോറൂം മാനേജർ റെബിനേഷ് OM, പ്രിയേഷ് കണ്ണൻ, കാസർഗോഡ് HWC ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ഡോക്ടർ ധന്യ മനോജ്, അതുൽ തോമസ് ടോമി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ വിഭാഗങ്ങളിലെ ആഭരണങ്ങളുടെ ആദ്യ വിൽപ്പനയും നടന്നു. തൻവിക ശേഖരം, ജ്യോതിക അനിൽകുമാർ അഭിരാമി ഭാർഗവനിൽ നിന്നും സ്വീകരിച്ചു. ഡിവൈൻ ശേഖരം ഡോക്ടർ പൂർണിമ രാമകൃഷ്ണനും കുടുംബവും ചേർന്ന് ഡോക്ടർ ധന്യ മനോജിൽ നിന്നും സ്വീകരിച്ചു. എത്നിക് ശേഖരം അബ്ദുൽ സത്താറും കുടുംബവും ഡോക്ടർ സനം ഇബ്രാഹിമിൽ നിന്നും, ഡയമണ്ട് ശേഖരം സാജിദയും കുടുംബവും സപ്ന ബാലകൃഷ്ണനിൽ നിന്നും, പ്രഷ്യസ് ശേഖരം സാവിത്രി ദാമോദരനും കുടുംബവും നാരായണൻ കെയിൽ നിന്നും, അൺകട്ട് ശേഖരം റാനിയ സിദ്ദിഖും കുടുംബവും ഷീന ഷാജിനിൽ നിന്നും, വാച്ച് ശേഖരം സംഗീതയും കുടുംബവും രാജേന്ദ്രൻ PVയിൽ നിന്നും സ്വീകരിച്ചു. മലബാർ ഗോൾഡിന്റെ തനതായ ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട്സ്, ഇറ അൺകട്ട് ഡയമണ്ട്, ഡിവൈൻ, എത്നിക് എന്നിവയുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരം ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. വിവാഹ സീസൺ പ്രമാണിച്ച് ആകർഷകമായ ഓഫറുകളും സ്വർണ്ണാഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഷോറൂമിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പയ്യന്നൂർ പെരുമ്പ ഷോറൂമിൽ മെയ് 14 മുതൽ 20 വരെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 മാനസ ഗ്രാമമായ പെരുമ്പുഴ ഗ്രാമത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം നടന്നു. വീടിന്റെ താക്കോൽദാനം നിയുക്ത MLA M. ബിജിൻ നിർവഹിച്ചു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 മാനസ ഗ്രാമമായ പെരുമ്പുഴ ഗ്രാമത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം നിയുക്ത MLA M. ബിജിൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VT അംബു അധ്യക്ഷത വഹിച്ചു. NSS യൂണിറ്റ് 11 പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മഞ്ജു ആർ നാഥ് സ്വാഗതം പറഞ്ഞു. യൂണിറ്റിന്റെ പങ്കാളിത്ത വിദ്യാലയമായ എടനാട് വെസ്റ്റ് LP സ്കൂളിലെ വിദ്യാർത്ഥി KP ശ്രീദേവിന്റെ കുടുംബത്തിനായാണ് വീട് നിർമ്മിച്ചു നൽകിയത്. NSS കേരള ആൻഡ് ലക്ഷദ്വീപ് റീജിയണൽ ഡയറക്ടർ YM ഉപ്പിൻ, സ്റ്റേറ്റ് NSS ഓഫീസർ ഡോക്ടർ ദേവി പ്രിയ D എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. KCF നൽകിയ 4 ലക്ഷത്തോളം രൂപയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയുമാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1 വർഷത്തോളം നീണ്ടുനിന്ന പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടത്തിലും വളണ്ടിയർമാരുടെ സേവനം സജീവമായിരുന്നു. സ്നേഹവീട് കുടുംബാംഗമായ ശ്രീദേവിന് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ നൽകി. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. വിജയൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. സതീശൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി DSS ഡോക്ടർ സുജിത്ത് KV, പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി മണിയറ ചന്ദ്രൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ വികസനകാര്യ ചെയർപേഴ്സൺ K. ജിഷ ബേബി, കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ നിഷ VK, സെക്രട്ടറി അനന്തു നാരായണൻ, സ്നേഹവീട് കൺവീനർ KP മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസം ക്ഷേത്രത്തിലെത്തിയത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ. തിരുസന്നിധിയിൽ ദേവതമാർ നിറഞ്ഞാടിയപ്പോൾ ഭക്തർ തെയ്യക്കോലങ്ങളെ തൊഴുതു വണങ്ങി. തിരുസന്നിധിയിൽ ദേവതമാർ നിറഞ്ഞാടി. നിറകണ്ണുകളോടെ ഭക്തർ കൈകൂപ്പി നിന്നു. ആധിയും വ്യാധിയും അകറ്റാൻ എത്തിയവർക്ക് ആത്മനിർവൃതിയുടെ നിമിഷങ്ങൾ. ഉത്തര കേരളത്തിലെ ഉത്സവങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസം ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം ക്ഷേത്ര സന്നിധിയുടെ അകവും പുറവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. രാവിലെ 10 മണിയാകുമ്പോഴേക്കും രക്തചാമുണ്ടിയുടെ തെയ്യക്കോലം അണിയറയിൽ നിന്ന് സന്നിധിയിലെത്തി. ചന്ദ്രക്കല കൊണ്ടും വെള്ളി നക്ഷത്രങ്ങൾ കൊണ്ടും പ്രപഞ്ച പ്രതീകം പോലെയുള്ള മുടി ധരിച്ചാണ് രക്തേശ്വരി അരങ്ങിലെത്തുന്നത്. 1 മണിയാകുമ്പോഴേക്കും വിഷ്ണുമൂർത്തിയുടെ തെയ്യക്കോലവും അരങ്ങിലെത്തി. പാതിരാ നേരമാകുമ്പോൾ പരദേവതാ ഭാഗ്യത്തെ വിശേഷിച്ച് ചൊല്ലിപ്പിരിയുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പ്രതാപം ചോരാതെ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ടക്കാലത്തെ ചന്ത. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടും. ചന്തകളുടെ ഉത്സവം കൂടിയാണ് ചീമേനി ഉത്സവ കളിയാട്ടക്കാലം. പോയ കാലത്ത് ദാരിദ്ര്യത്തിന്റെ വേദനയുമായി ജീവിതം ചേർത്തുപിടിച്ച ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷ കൂടിയായിരുന്നു കളിയാട്ടക്കാലത്തെ ചന്ത. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ലഭിക്കുമെന്നതുകൊണ്ട് തന്നെ ചീമേനി ചന്ത കാണാൻ കുടുംബത്തോടൊപ്പം എത്തുന്നത് എന്നും എല്ലാവർക്കും സന്തോഷം പകർന്നിരുന്നു. 11 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവകാലത്ത് ഇവിടെ കച്ചവടം പൊടിപൊടിക്കുന്നു. പഴയകാലത്ത് വീട്ടാവശ്യങ്ങളുടെ വിപണനമായിരുന്നുവെങ്കിൽ ഇന്ന് കഥയും രീതിയും മാറിയെന്നു മാത്രം. ദൂരദേശങ്ങളിൽ നിന്നു പോലും കച്ചവടക്കാർ കുടുംബത്തോടൊപ്പം എത്തിയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
കുണിയൻ ദേശം വാട്സപ്പ് കൂട്ടായ്മ കുണിയൻകാവ് ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിൽ കടപ്പക്കല്ല് വിരിക്കുന്നതിനേക്കായുള്ള ധനസമാഹരണം കൈമാറി. നിയുക്ത MLA വി കുഞ്ഞികൃഷ്ണൻ ഫണ്ട് കൈമാറി. കുണിയൻകാവ് ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിലെ അയ്യപ്പന്റെ ശ്രീകോവിലിനു മുന്നിൽ കടപ്പക്കല്ല് വിരിക്കുന്നതിലേക്കായി കുണിയൻ ദേശം വാട്സപ്പ് കൂട്ടായ്മ നടത്തിയ ധനസമാഹരണം നിയുക്ത MLA വി കുഞ്ഞികൃഷ്ണൻ ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറി. രവി ചൂരിക്കാടൻ, ഷിനൂബ് VP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.